ചിന്തയുടെ വികസന സംവാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വികസന സംവാദം 3 ദിവസങ്ങളിലായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിൽ പശ്ചാത്തല സൗകര്യം ഏർപ്പെടുത്തുന്നത് മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിനും എത്രമാത്രം പ്രയോജനകരമാണ് എന്നതാണ് ഈ വികസന സംവാദത്തിന്റെ പ്രധാനപ്പെട്ട ആശയം. ഇന്നലെ വികസന സംവാദത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്ലാനിംഗ് ബോർഡ് അംഗം കെ രവിരാമൻ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സാമൂഹ്യ ക്ഷേമത്തിനും ഈ പശ്ചാത്തല സൗകര്യ വികസനത്തിലുള്ള നിക്ഷേപം അനിവാര്യമാണോ എന്നുള്ള ചോദ്യത്തിനോട് പ്രതികരിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്ലാനിംഗ് ബോർഡ് അംഗവും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ കെ.എൻ. ഹരിലാലാണ്. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, അത് വ്യക്തിഗതമായിട്ടും സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന നിലയിലും രൂപീകരിച്ചിട്ടുള്ളത് എത്രമാത്രം പ്രാദേശിക വികസനത്തിന്റെ അടിത്തറയെ വിപുലപ്പെടുത്തി എന്നുള്ള ചർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത്. 25 വർഷത്തെ അധികാര വികേന്ദ്രീകരണത്തിന്റെ അനുഭവം പരിശോധിക്കുമ്പോൾ പ്രാദേശികമായ ആസ്തി വികസനത്തിൽ വലിയൊരു വളർച്ചയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് റോഡുകളും ചെറിയ പാലങ്ങളും കുളങ്ങളും കിണറുകളും സാധാരണ ജനങ്ങളുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള വീടും കക്കൂസും വൈദ്യുതിയും കുടിവെള്ളവും എല്ലാം അടങ്ങുന്ന സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ രംഗത്ത് വലിയ മുന്നേറ്റത്തിന് സഹായകരമായ ആസ്തി വികസനം, അതിൻ്റെ പ്രാധാന്യമാണ് ഇന്നത്തെ ചർച്ചയിൽ ഉയർന്നു വരുന്നത്. ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ കെ.എൻ. ഹരിലാലിനും ഇന്ന് ഈ ചർച്ച മോഡറേറ്റ് ചെയ്യുന്ന നമ്മുടെ എല്ലാവരുടെയും സഹപ്രവർത്തകനും സാമൂഹ്യക്ഷേമ നീതി വകുപ്പിന്റെ മുൻ ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീ വി.എൻ. ജിതേന്ദ്രൻ IAS ആണ് ഇന്ന് മോഡറേറ്റ് ചെയ്യുന്നത്. ഈ ചടങ്ങിലേക്ക് രണ്ടുപേരെയും, അതുപോലെ ഈ സൂം മീറ്റിങ്ങിലും ഫേസ്ബുക്ക് ലൈവിലും പങ്കെടുക്കുന്ന മുഴുവൻ പേരെയും ദ പബ്ലിഷേഴ്സിന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്നതിനായി ജിതേന്ദ്രൻ സാറിനോട് അഭ്യർത്ഥിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ കെ.എൻ. ഹരിലാലിനെ നമുക്കൊക്കെ സുപരിചിതനാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ അംഗമാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, എഴുത്തുകാരനാണ്, പ്രഭാഷകനാണ്, സർവോപരി ആക്ടിവിസ്റ്റാണ്. അദ്ദേഹം അധികാര വികേന്ദ്രീകരണത്തിന്റെ തുടക്കം മുതൽ തന്നെ അതിനെ ശക്തിപ്പെടുത്തുന്ന പ്രോസസ്സിൽ, ആ പ്രക്രിയയിൽ പങ്കാളിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ വന്ന 2 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അധികാര വികേന്ദ്രീകരണത്തിന്റെ ലക്ഷ്യം പ്രാദേശിക സാമ്പത്തിക വികസനവും സാമൂഹ്യ നീതിയും എന്നുള്ളതാണ്. അപ്പൊ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവന മേഖലയിലെ പ്രവർത്തനത്തിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ സേവനങ്ങളുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തി എന്നുള്ളത് നമുക്ക് അനുഭവവേദ്യമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ ഫിസ്ക്കൽ ഡീസെൻട്രലൈസേഷൻ ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് എത്രത്തോളം സഹായകരമാകുന്നു എന്നുള്ളത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. ഞാൻ ഇക്കണോമിക്സ് പഠിച്ചിട്ടില്ല. പക്ഷേ കോമൺ സെൻസ് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് കൊണ്ട് എംപ്ലോയ്മെന്റ് ഉണ്ടാകണമെന്നില്ല. മാത്രമല്ല, പലപ്പോഴും എക്കണോമിക് ഗ്രോത്ത് ആന്റി എംപ്ലോയ്മെന്റ് ആയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഈ ഡീസെൻട്രലൈസ്ഡ് ഗ്രോത്തിലേക്ക് കൂടുതൽ ആളുകളെ ഈ പ്രോസസ് ഓഫ് ഗ്രോത്തിൽ പങ്കാളികളാണ്. ഒരു ഡീസെൻട്രലൈസ്ഡ് ഗ്രോത്ത് പ്രോസസ്സിൽ കൂടുതൽ ആളുകൾ ഈ ഗ്രോത്തിന്റെ ഒരു പ്രോസസ് ഓഫ് ഗ്രോത്തിനകത്ത് പങ്കാളികളാവും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക വളർച്ച മാത്രമല്ല, സമ്പത്തിന്റെ ഒരു പുനർവിതരണം കൂടി ഡീസെൻട്രലൈസേഷന്റെ ഭാഗമായിട്ട് നടക്കും എന്നുള്ളതാണ് നമുക്ക് കോമൺ സെൻസിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതൊരു വളരെ സങ്കീർണമായ ഒരു മേഖലയാണ്.
ഇന്നത്തെ ഈ ടോക്ക് നടത്താനായിട്ട് ഡോക്ടർ കെ എൻ ഹരിലാലിനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ ഹരിലാൽ. ബഹുമാന്യനായ മോഡറേറ്റർ ശ്രീ വി എൻ ജിതേന്ദ്രൻ, ശ്രീ ശിവകുമാർ, മറ്റ് സുഹൃത്തുക്കളെ, വളരെ ശ്രദ്ധേയമായ ഒരു പ്രഭാഷണ പരമ്പരയാണ്, ഒരു ചർച്ചാ പരമ്പരയാണ് ഇവിടെ ചിന്താ പബ്ലിഷേഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പ്രഭാഷണം എൻ്റെ കൊളീഗ് കൂടിയായ ഡോക്ടർ രവിരാമൻ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ രവിരാമൻ ഭൗതിക ആസ്തികളെ കുറിച്ചാണ്, ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. നമുക്കറിയാം, അതിന് ഒരുപക്ഷെ കൂടുതൽ ഗൗരവമുണ്ട്. കാരണം കേരളത്തിൽ നമ്മൾ വളരെ പിറകിൽ നിന്ന ഒരു കാര്യമാണ് ഈ ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങൾ എന്നുള്ളത്. കേരള വികസന മാതൃകയിൽ നമ്മൾ ജനങ്ങളുടെ ജീവിത ഗുണമേന്മയിൽ ഊന്നിയപ്പോൾ, പുനർവിതരണത്തിൽ ഊന്നിയപ്പോൾ, തീർച്ചയായിട്ടും നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികാസത്തിൽ നമുക്ക് അത്രയേറെ അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ദേശീയപാതകളും നമ്മുടെ പോർട്ടുകളും നമ്മുടെ എയർപോർട്ടുകളും അതുപോലെ മറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ, ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് മറ്റ് പല സംസ്ഥാനങ്ങളുടെ അത്ര പുരോഗതി ഉണ്ടായില്ല. കാരണം പുനർവിതരണത്തെ അത്ര ഗൗരവത്തിലെടുക്കാതെ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികാസത്തിനാണ് മറ്റ് പല സംസ്ഥാനങ്ങളും ശ്രദ്ധിച്ചത്. പക്ഷെ ഈ ഒരു പോരായ്മ പരിഹരിക്കത്തക്ക തരത്തിലാണ് ഇപ്പോ നിലവിലുള്ള ഗവൺമെന്റ് കിഫ്ബി വഴിയായും അതുപോലെ തന്നെ പദ്ധതി വഴിയായും പ്രത്യേകമായ ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. അത് പശ്ചാത്തല മേഖലയിൽ, ഭൗതിക പശ്ചാത്തല മേഖലയിൽ വലിയ ഒരു കുതിച്ചുചാട്ടത്തിന് തന്നെ കാരണമായിട്ടുണ്ട്. അത് കേരളം അംഗീകരിക്കുന്ന കാര്യമാണ്. പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഈ സർവ്വ രംഗങ്ങളിലും സർവ്വ പ്രദേശങ്ങളിലും നടക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങളുടെ വികാസത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നത് അത് ഈ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികാസം നമ്മുടെ സംസ്ഥാനത്തേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരുന്നു, സ്വകാര്യ പൊതുമേഖലാ നിക്ഷേപം കൂടുതൽ കൊണ്ടുവരുമെന്നും അത് വളർച്ചയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്നുള്ളത്. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിത ഗുണമേന്മയുടെ സസ്റ്റൈനബിലിറ്റി, അതിൻ്റെ തുടർച്ചയെ കൂടുതൽ സഹായിക്കും. കാരണം പശ്ചാത്തല മേഖലയുടെ, ഭൗതിക പശ്ചാത്തല മേഖലയുടെ വികാസം വരുമ്പോൾ നിക്ഷേപം ഉണ്ടാവും, തൊഴിലവസരങ്ങൾ കൂടുതലുണ്ടാവും, വരുമാനം കൂടുതലുണ്ടാവും. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ജീവിത ഗുണമേന്മയിലുമൊക്കെ നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ അത് കൂടുതൽ സസ്റ്റൈനബിൾ ആവും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ പിറകിൽ ഉള്ള ഒരു ആലോചന, വികസന തന്ത്രം. അത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ്. പക്ഷെ അതേസമയം നമുക്ക് സാമൂഹ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ, സാമൂഹ്യമായ അന്തർഘടനയെക്കുറിച്ച് വിസ്മരിക്കാൻ കഴിയില്ല. ശ്രീ ശിവകുമാർ എന്നോട് യഥാർത്ഥത്തിൽ ആവശ്യപ്പെട്ടത് ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങളെ കുറിച്ച് രവിരാമൻ സംസാരിക്കും, സാമൂഹിക പശ്ചാത്തല സൗകര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കണം, അതും പ്രത്യേകിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഊന്നി എന്നുള്ളതാണ് എന്നോട് സൂചിപ്പിച്ച കാര്യം. നമ്മൾ സാമൂഹ്യ പശ്ചാത്തല സൗകര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ സാമൂഹ്യ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ, ജീവിത ഗുണമേന്മയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ കുറച്ച് ഭേദപ്പെട്ട നിലയിലായിരുന്നു. അത്തരം കാര്യങ്ങളിൽ പ്രത്യേകിച്ചും സാമൂഹ്യ നീതിയിലും വിതരണത്തിലുമൊക്കെ ഊന്നിയതായിരുന്നല്ലോ തീർച്ചയായിട്ടും കേരള വികസനമാണ്. അപ്പൊ കേരള വികസന മാതൃകയുടെ നന്മയുടെ ഭാഗമായിട്ട് നമുക്ക് നല്ല സാക്ഷരതാ നിരക്ക്,
നല്ല വിദ്യാഭ്യാസ നേട്ടങ്ങൾ, ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ, ഇതൊക്കെ സാധ്യമായി. അതുകൊണ്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട മറ്റ് സൂചകങ്ങളിലെല്ലാം കേരളം വളരെ മുമ്പ് തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുൻനിരയിലേക്ക് വന്നു. അതിന് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലം മുതൽ തന്നെ ആ രംഗത്ത് കേരളം പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിരുന്നു. വിദ്യാഭ്യാസത്തിന്റെയും ആരോഗ്യത്തിന്റെയും മനുഷ്യ വിഭവശേഷിയുടെയും കാര്യത്തിൽ യഥാർത്ഥത്തിൽ തുടർച്ചയായി ആ ശ്രദ്ധ കൊടുത്തത് കൊണ്ടുള്ള അതിന്റെ ഡിവിഡന്റ് ആണ് ഇപ്പോൾ കേരള സമൂഹം അനുഭവിക്കുന്നത് നമുക്കറിയാം. നമുക്ക് ലോക കമ്പോളത്തിൽ മത്സരിച്ച് നമ്മുടെ തൊഴിൽ ശക്തി കയറ്റുമതി ചെയ്യുന്നതിനും കേരളം പല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതിനും ഒരു അടിസ്ഥാന കാരണം തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജനങ്ങളുടെ മെച്ചപ്പെട്ട ആരോഗ്യവും നമ്മുടെ നാട്ടിലെ ആരോഗ്യ ശീലവും ശുചിത്വവും ഒക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ ഘട്ടത്തിൽ വീണ്ടും നമ്മൾ ഈ സാമൂഹ്യ പശ്ചാത്തല സൗകര്യങ്ങളെ, ഗ്രാമീണ ആസ്തികളെ, പ്രദേശങ്ങളിലെ സൗകര്യങ്ങളെ വീണ്ടും എന്തിന് ഊന്നുന്നു, അതിലേക്ക് തന്നെ വീണ്ടും ഇത്രയേറെ ശ്രദ്ധ എന്തിന് കൊടുക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. നമുക്കറിയാം, ജനകീയാസൂത്രണം തുടങ്ങുന്ന സമയത്ത് അന്ന് കേരള സമൂഹം നേരിട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരള വികസന മാതൃക തന്നെ നേരിട്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ ഈ സാമൂഹ്യ പശ്ചാത്തല സൗകര്യങ്ങളുടെ, നമ്മുടെ പൊതുസേവനങ്ങളുടെ ഗുണനിലവാരം ഗണ്യമായി ഇടിയുന്നു എന്നുള്ളതായി. നമുക്ക് സ്കൂളുകളും സർക്കാർ സ്കൂളുകളും സർക്കാർ ആശുപത്രികളുണ്ട്, ധർമാശുപത്രികളുണ്ട്, അതുപോലെ തന്നെ സർക്കാർ എയ്ഡഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സാമൂഹ്യക്ഷേമവും നീതിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഓവർ ടൈം, കാലക്രമത്തിൽ ഇതിൻ്റെ എല്ലാം ഗുണനിലവാരം ഗണ്യമായി തകരുന്നു, കുറയുന്നു, ജീർണിക്കുന്നു എന്നുള്ളൊരു പരാതി കേരളത്തിൽ വ്യാപകമായി. പൊതുസേവനങ്ങളുടെ ഗുണനിലവാരത്തിൽ വലിയ കുറവ്, അത് അക്രോസ് ദ സ്പെക്ട്രം, പല പൊതുസേവനങ്ങളുടെ കാര്യത്തിൽ, ഗവേണൻസിന്റെ കാര്യത്തിൽ, പൊതുവിതരണ സമ്പ്രദായത്തിന്റെ കാര്യത്തിൽ, വൈദ്യുതി വിതരണത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ ജനങ്ങൾക്ക് പൊതുമേഖലയോടും പൊതുസേവനങ്ങളോടും ഒരു വിശ്വാസക്കുറവ് വരുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ ചില അംശങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒരു 20 വർഷക്കാലത്തിനിടയ്ക്ക് ഈ രംഗത്ത് വലിയൊരു മാറ്റം വന്നത് കാരണം ഇങ്ങനൊരു ചോദ്യം ജനകീയാസൂത്രണം തുടങ്ങിയ സമയത്ത് 25 വർഷം മുമ്പ് വളരെ പ്രധാനപ്പെട്ടതായി ഉയർന്നു വന്നിരുന്നോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള പുരോഗതിയാണ് പിന്നീട് ഉണ്ടായത്. എന്തായാലും നമുക്കറിയാം, സർക്കാർ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു, സർക്കാർ സ്കൂളുകളുടെ ഡിവിഷൻ എല്ലാം കുറയുന്നു, ആളുകള് അൺഎയ്ഡഡ് സ്കൂളിലേക്ക്, അതായത് സാമ്പത്തികമായ ചുറ്റുപാടുകൾ ഇല്ലാത്തവർ പോലും കുട്ടികളെ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് പ്രൈമറി, പ്രീ പ്രൈമറി ഘട്ടത്തിലൊക്കെ വിടാനുള്ള ശേഷി ഇല്ലാത്തവർ പോലും കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ ഈ അൺഎയ്ഡ് മേഖലയിലേക്ക് വിടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ വരികയും അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറുകയും ചെയ്യും. അധ്യാപക പ്രസ്ഥാനവും പുരോഗമന പ്രസ്ഥാനവും ഒക്കെ ഗൗരവമായിട്ട് ആ ഇഷ്യൂ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അതുപോലെ തന്നെയാണ് ആരോഗ്യത്തിന്റെ കാര്യം. ആരോഗ്യരംഗത്തും പൊതുസ്ഥാപനങ്ങൾ ഉണ്ടെങ്കിലും അവിടെ മരുന്നില്ല, ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഇല്ല, ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, വൃത്തിയില്ല എന്നുള്ള നിലയിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ, വേറൊരു ഗതിയില്ലാത്തവർ പോലും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കാതെ അവര് സ്വകാര്യ മേഖലയിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇത് മറ്റ് പൊതുസേവനങ്ങളുടെ കാര്യത്തിലും കേരളത്തിൽ ഉണ്ടായി എന്ന് മാത്രമല്ല, അത് പൊതു ഉടമസ്ഥതയ്ക്കെതിരായി ഉള്ള വലിയ പ്രചരണം ഉണ്ടാവുന്നതിന്, അതുപോലെ തന്നെ കേരള വികസന മാതൃകയുടെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഒരു വികസന പ്രതിസന്ധിയായിട്ട് അത് രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് തീർച്ചയായിട്ടും നമ്മൾ
ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലേക്ക് പോയത്. EMSന്റെ നേതൃത്വത്തിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം മുന്നോട്ട് വന്ന സമയത്ത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിട്ട്, അതിനെപ്പറ്റി നമ്മുടെ മോഡറേറ്റർ ഇവിടെ സൂചിപ്പിച്ചു, അതിലൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം തീർച്ചയായിട്ടും പൊതുസേവനങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ കാലക്രമത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പൊതുസേവനങ്ങളുടെ, നാനാജാതി പൊതുസേവനങ്ങളുടെയും പൊതു ആസ്തികളുടെയും അളവ് വർദ്ധിപ്പിക്കുക, ആവശ്യത്തിനനുസരിച്ച് അതിന്റെ ക്വാണ്ടിറ്റി വോളിയം വർദ്ധിപ്പിക്കുക, അതിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക, അതിനേക്കാൾ ഉപരി അതിന്റെ ഗുണനിലവാരം, ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള ചലഞ്ച് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു. ആ ഏറ്റെടുക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ജനകീയാസൂത്രണം മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. പൊതുസേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ജനകീയാസൂത്രണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം. ഇവിടെ ബഹുമാനപ്പെട്ട മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ, നമ്മളെല്ലാവരും പൊതുവെ അംഗീകരിക്കുന്നത് പോലെ, ഈ 25 വർഷത്തിനിടയിൽ ജനകീയാസൂത്രണം കൊണ്ടുവന്ന, എല്ലാവരും അംഗീകരിക്കുന്ന, സാർവദേശീയ പഠനങ്ങൾ പോലും അംഗീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം തീർച്ചയായിട്ടും ഗ്രാമീണ ആസ്തികളുടെ വർധനവ്, അതിന്റെ ഗുണനിലവാരത്തിലുള്ള വർധനവ്, അതുപോലെ തന്നെ പൊതുസേവനങ്ങളുടെ വർധനവാണ്, അതിന്റെ ക്വാളിറ്റിയിൽ വന്ന ഇംപ്രൂവ്മെന്റ്. അത് കഴിഞ്ഞ 5 വർഷക്കാലം ആ ഗുണപരമായ മാറ്റം അതിന്റെ പാരമ്യത്തിലേക്ക്, അതിന്റെ ഒരു ഉത്സവഘട്ടത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വസ്തുത. കേരള സമൂഹം നിരവധിയായിട്ടുള്ള വിവാദങ്ങൾക്കിടയിൽ ഇത്തരം വലിയ മാറ്റങ്ങൾ എത്രമാത്രം കാണുന്നുണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വ്യക്തികൾക്കെല്ലാം അനുഭവമാണ്. പക്ഷേ ഈ പൊതുചർച്ചകളുടെ ആ പ്ലാറ്റ്ഫോമുകളിൽ ഇത്തരം കാര്യങ്ങൾക്കല്ല നിർഭാഗ്യവശാൽ പ്രാധാന്യം. അതുകൊണ്ട് ഈ കേരളത്തിന്റെ പൊതുചർച്ചകളുടെ വേദികളിൽ നിറഞ്ഞു നിൽക്കേണ്ടിയിരുന്ന ഇത്തരം ചർച്ചകൾ, നമ്മുടെ സ്കൂളുകളിൽ വന്ന മാറ്റം, നമ്മുടെ അംഗനവാടികളിൽ വന്ന മാറ്റം, നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ വന്ന മാറ്റം, നമ്മുടെ സാമൂഹ്യക്ഷേമ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ വന്ന മാറ്റം, അതുപോലെ തന്നെ നമ്മുടെ പാർപ്പിട നിർമ്മാണ രംഗത്ത് വന്ന മാറ്റം, വൈദ്യുതി വിതരണ രംഗത്തിൽ വന്ന മാറ്റം, ഇതൊക്കെ നിർഭാഗ്യവശാൽ നമ്മൾ കേരള സമൂഹം പൊതുചർച്ചാ വേദികളിൽ വേണ്ടത്ര പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അന്തർദേശീയ സമൂഹം, ദേശീയ സമൂഹം, പഠനങ്ങൾ ഒക്കെ തന്നെ ഇത് അംഗീകരിക്കുന്നുണ്ട്. സർവോപരി വ്യക്തികളുടെ ജീവിതത്തിൽ അവരത് പൊതുവിജ്ഞാനമായിട്ട് മാറുന്നില്ലെങ്കിലും ഇൻഡിവിജ്വലൈസ്ഡ് എക്സ്പീരിയൻസ് ആയിട്ട് ആളുകൾ ഇത് തിരിച്ചറിയും. ഉദാഹരണത്തിന് ലൈഫ് പദ്ധതിയിലൂടെ വീട് കിട്ടിയവർക്ക് അത് 2 ലക്ഷം വീടുകളെ സംബന്ധിച്ചിടത്തോളം, ഒറ്റപ്പെട്ട വീടുകളിൽ താമസിക്കുന്നവരും ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരും ഇപ്പൊ ബാക്കി വീടുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതുതായി അതിന്റെ ലിസ്റ്റിലേക്ക് ആളുകളെ വീണ്ടും ചേർത്തിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം, അവരെല്ലാം സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ വ്യക്തി അനുഭവത്തിലൂടെ ബോധ്യപ്പെടുന്ന കാര്യം. വീട് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും നല്ല വീട്, 4 ലക്ഷം രൂപയുടെ സൗകര്യങ്ങളുള്ള, ഒരുപക്ഷെ പലപ്പോഴും 4 ലക്ഷത്തെക്കാളും കൂടുതൽ പൈസ ചെലവാക്കി വെക്കുന്ന വീടുകൾ, ചില കാര്യങ്ങളിൽ മറ്റ് സഹായങ്ങൾ വരുമ്പോൾ 4 ലക്ഷത്തിൻ്റെതിനേക്കാളും കൂടുതൽ സൗകര്യമുള്ള വീടുകൾ പണിഞ്ഞു കിട്ടുന്നു. അതോടൊപ്പം ആ ലൈഫ് ഗുണഭോക്താക്കൾക്ക് മറ്റ് ആനുകൂല്യങ്ങളും സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന സ്ഥിതി ഉണ്ടാകും. പാർപ്പിട രംഗത്ത് കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്നു, ഒരുപക്ഷെ ലോക രാജ്യങ്ങൾക്ക് മാതൃകയാവുന്നു. കാരണം പല സമൂഹങ്ങളും മനുഷ്യന്റെ പാർപ്പിട ആവശ്യത്തെ അത്ര സമൂഹത്തിന്റെ ഒരു എമർജൻസി ആവശ്യമായിട്ടൊന്നും പരിഗണിക്കാറില്ല. കേരളത്തിൽ അങ്ങനെയല്ല. വീടില്ലാത്തവരുടെ പ്രശ്നം
അത് സമൂഹത്തിന്റെ പ്രശ്നമായിട്ട് മാറുന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോഴത്തെ വാർത്ത കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വീടില്ലാത്ത അർഹരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അത് വാർത്തയാക്കും. അത് ഒരുപക്ഷെ അത് ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനമാണെങ്കിൽ പോലും ആ വാർത്തയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ മറ്റു സ്ഥലങ്ങളിൽ എവിടെയാ പ്രശ്നം? ഈ പിന്നെ വലിയ ധാരാവി പോലുള്ള ലക്ഷക്കണക്കിന് ആയിട്ടുള്ള ആൾക്കാർ ചേരികളിൽ വസിക്കുന്ന സ്ഥലത്ത്, വീടില്ലാത്ത കോടിക്കണക്കിനുള്ള ആൾക്കാരുടെ രാജ്യത്ത് വീടെന്ന് പറയുന്ന ഒരു വലിയ അവകാശമൊന്നുമല്ല. ആരും അത് പരിഗണിക്കും. വീടില്ലാത്തത് അതായത് പ്രശ്നമാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനല്ല. വീടില്ലെങ്കിൽ, അർഹരായിട്ടുള്ള ആൾക്കാർക്ക് വീടില്ലെങ്കിൽ അത് സമൂഹത്തിന്റെ പ്രശ്നമാണ്, ഗവൺമെന്റ് മറുപടി പറയേണ്ട പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നു. ജനങ്ങളുടെ പക്ഷത്തല്ലാത്ത മാധ്യമങ്ങൾ പോലും അത് പ്രശ്നമായിട്ട് ഉന്നയിക്കുക. അതുപോലെ തന്നെയാണ് ഒരു കോവിഡ് രോഗി, കോവിഡ് ബാധിച്ച ഒരാൾക്ക് സൗജന്യമായി കോവിഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ആംബുലൻസിലെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി പൂർണ്ണ സൗജന്യമായി ചികിത്സ കൊടുത്തില്ലെങ്കിൽ അത് സമൂഹം വലിയ ഗൗരവമുള്ള കുറ്റമായി ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുന്ന രീതിയിൽ കേരളത്തിന്റെ വികസനം മാറി എന്നുള്ളതാണ്. കേരളത്തിലും ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഭൂരിപക്ഷം പ്രദേശങ്ങളിലും കോവിഡ് വന്നാൽ അത് കോവിഡ് രോഗിയുടെ പ്രശ്നമാണ്. കോവിഡിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ അവിടങ്ങളിൽ സർക്കാരിന്റെ ഉത്തരവാദിത്വമായിരിക്കുമ്പോൾ തന്നെ കോവിഡ് രോഗിയുടെ ആരോഗ്യ പ്രശ്നം, അയാളുടെ ചികിത്സ അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശ്നം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ ചെലവ് എന്നുള്ളതാണ്. കേരളം അങ്ങനെയല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഒരു കോവിഡ് രോഗി കോവിഡ് ആണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം 1 മണിക്കൂർ ആംബുലൻസ് താമസിച്ചതിന്റെ പേരിൽ ഒരു MLA സത്യാഗ്രഹം ഇരിക്കും. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ ഈ സാമൂഹ്യ ആസ്തികളുടെ, സാമൂഹ്യ സേവനങ്ങളുടെ ഗുണനിലവാരം, അതിന്റെ സ്പ്രെഡ് വർദ്ധിച്ചതിന്റെ സൂചനയാണ് ഒരുപക്ഷെ മാധ്യമങ്ങളിൽ പോലും ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അത് നമ്മൾ കുറച്ചുകൂടെ ഒരു ബ്രോഡറായിട്ട് തന്നെ കാണുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും വന്നിട്ടുള്ള പുരോഗതി നമ്മൾ പ്രത്യേകമായി അടിവരയിട്ട് കാണേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തു നിന്നും ആശുപത്രികളിൽ നിന്നും ആൾക്കാർ മാറി വേറെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലേക്ക് 5 ലക്ഷത്തോളം കുട്ടികൾ അധികമായിട്ട് വന്നിരിക്കുന്നു. 40,000 മുറി സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറും. ഇതിലെല്ലാം തീർച്ചയായിട്ടും തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സ്കൂളുകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറിയ സ്ഥാപനങ്ങളാണ്. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞവുമായി ബന്ധപ്പെട്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഓരോ സ്കൂളും മെച്ചപ്പെടുത്തുന്നതിന്, പ്രീ പ്രൈമറി സ്ഥാപനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സജീവമായ ശ്രമം നടത്തുന്നു. ഇവിടെയെല്ലാം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണമടക്കം വിതരണം ചെയ്തുകൊണ്ട് സ്കൂളുകളിൽ കുട്ടികളുടെ അറ്റൻഡൻസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നു. അത് സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കുന്നതിനും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് മാറുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി, ലാപ്ടോപ്പ് വിതരണം ചെയ്ത്, മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്ത്, മറ്റ് സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് ഈ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റിനോടൊപ്പം തോളോട് തോളൊരുമി പ്രവർത്തിക്കുകയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യം നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് കാണാൻ കഴിയും. അപ്പോ 25 വർഷം മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന സ്ഥിതിയല്ല, 5 വർഷം മുമ്പ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന സ്ഥിതിയല്ല ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെ രംഗത്തുള്ളത്. തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വലിയ മാറ്റമുണ്ട്.
ഈ പ്രാഥമിക സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നിർണായകമായ പങ്ക് ഈ മാറ്റത്തിൽ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പൊതുജനാരോഗ്യത്തിന്റെ സ്ഥിതിയും. ഈ രണ്ട് കാര്യങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ പൊതു ചർച്ചകളിൽ ഇത് വേണ്ടത്ര റിഫ്ലക്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ നീതി ആയോഗ് നടത്തിയിട്ടുള്ള പഠനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നീതി ആയോഗ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ നന്മ അവരുടെ സ്ഥിതിവിവര കണക്കുകളിലൂടെയും പഠനങ്ങളിലൂടെയും കാണുന്നു. നീതി ആയോഗ് സുസ്ഥിര വികസനത്തിന്റെ സൂചികയുടെ കാര്യത്തിൽ UNDP-യുമായി ചേർന്ന് നടത്തിയ പഠനത്തിൽ സുസ്ഥിര വികസനത്തിന്റെ കാര്യത്തിൽ കേരളം 1-ാം റാങ്ക് നേടിയ കാര്യം നമുക്കറിയാം അവരുടെ നീതി ആയോഗിന്റെ പഠനം. അത് ഒരു 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 പൊതു ഇൻഡെക്സിൽ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് ഈ ക്വാളിറ്റി ഇൻഡെക്സ് അതില് കേരളമാണ് 1-ാമത് വന്നിരിക്കുന്നത് നീതി ആയോഗിന്റെ പഠനം. ആ നീതി ആയോഗ് തന്നെ പൊതുജനാരോഗ്യ രംഗം സംബന്ധിച്ച് നടത്തിയ പഠനത്തിലും കേരളം 1-ാം റാങ്ക് തന്നെ നേടിയിരിക്കുന്നു. അപ്പൊ മേഖലാടിസ്ഥാനത്തിലുള്ള പഠനങ്ങളിൽ വിദ്യാഭ്യാസം ആരോഗ്യത്തിൽ 1-ാം റാങ്കിലേക്ക് വരുന്നു. അതുപോലെ തന്നെ സുസ്ഥിര വികസന സൂചക സംബന്ധിച്ചുള്ള കമ്പോസിറ്റ് ഏകോപിപ്പിച്ചുള്ള ഇൻഡെക്സിന്റെ കാര്യത്തിലും കേരളം 1-ാമതായി വരുന്നു. ഇവിടെയും നമുക്കറിയാം ആരോഗ്യരംഗത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വളരെ ശക്തമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ കാര്യത്തിലും CHCയുടെ കാര്യത്തിലും ജില്ലാ ആശുപത്രികളുടെ കാര്യത്തിലും താലൂക്ക് ആശുപത്രികളുടെ കാര്യത്തിലും സ്വന്തം സ്ഥാപനം എന്ന് കണ്ട് അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ ബന്ധപ്പെട്ട വകുപ്പുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും തമ്മിൽ സമീപകാലത്തായിട്ട് വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സംസ്ഥാന ഗവൺമെന്റ് വകുപ്പുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പരസ്പരം മത്സരിക്കുന്ന അധികാര ലിമിറ്റ്സിനെ കുറിച്ച് തർക്കിക്കുന്ന അവസ്ഥ മാറിയിട്ട് ഇത്തരം സ്ഥാപനങ്ങളിലെല്ലാം പരസ്പരം സഹകരിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഈ CHCകളിലും PSCകളിലും താലൂക്ക് ആശുപത്രികളിലും ഒക്കെ അവിടെ കൂടുതൽ സമയം ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ തന്നെ അവരുടെ ചെലവിൽ ഇവിടെ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഈ സ്ഥാപനങ്ങളിലൊക്കെ അധികമായിട്ട് സർക്കാരിലെ സർവീസിലുള്ളവർ അല്ലാതെ അധികമായിട്ട് നിയമിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഗ്രാമീണ വൈദ്യുതീകരണത്തിന്റെ കാര്യത്തിലും സ്ട്രീറ്റ് ലൈറ്റിങ്ങിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠനമുറികൾ സൗകര്യപ്പെടുത്തുന്ന കാര്യത്തിലുമൊക്കെ തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നത്. ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ കാര്യത്തിൽ നമുക്കറിയാം അതില് 1-ാം തലമുറ വികസന പ്രശ്നങ്ങൾ ഒരു വലിയ പരിധിവരെ നമുക്ക് കേരളത്തിൽ അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പാർപ്പിടം, കക്കൂസ്, കുടിവെള്ളം, വൈദ്യുതീകരണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വലിയ അളവ് വരെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ശതമാനം പഞ്ചായത്തുകളിൽ ഏതാണ്ട് പൂർണ്ണമായും ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തു. പക്ഷേ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ്, 2-ാം തലമുറ വികസന പ്രശ്നങ്ങൾ ആണ് ഗൗരവത്തിൽ തീർച്ചയായിട്ടും ഈ മേഖലകളിൽ ഇനി ഏറ്റെടുക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായി ഈ കുടുംബങ്ങളിൽ പഠനമുറികളിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സെന്റേഴ്സും ഒക്കെ നിർമ്മിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ മുൻകൈയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഈ അവര് നടത്തിയിട്ടുള്ള ചില മുൻകൈകളെ കുറിച്ച് ഞാനൊന്ന് ചില കണക്കുകൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ അംഗനവാടി അധ്യാപകരുടെയും ആയമാരുടെയും പ്രതിമാസ ഓണററി
നേരത്തെ ഉണ്ടായിരുന്ന നിരക്ക് 6600 രൂപയായിരുന്നു അധ്യാപകർ. അതിപ്പോ 12000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഈ ഗവൺമെന്റിന്റെ കാലത്ത്. ആയമാരുടെ ഒരു മാസത്തെ നിരക്ക് 4100 രൂപയായിരുന്നു. അതിപ്പോ 8000 രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഈ വർധനവിന്റെ എല്ലാം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ്. അവരുടെ ബജറ്റിൽ നിന്നാണ് ഈ പണം അധികമായിട്ട് നൽകാൻ തയ്യാറാവുന്നത്. അതുപോലെ തന്നെ PHC CHCകളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഴി അധികമായിട്ട് ഒരു ഡോക്ടറെയും ഓരോ പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിയമിച്ചിട്ടുണ്ട്. സർക്കാർ നിശ്ചയിക്കുന്ന ശമ്പള നിരക്കിലാണ് എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഈ പ്രക്രിയയിൽ ഗവൺമെന്റുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അവരുടെ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിലാണ് അവിടെ മരുന്നിന്റെയും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇത് താലൂക്ക് ആശുപത്രിയിലും ഡോക്ടർമാരെയും നഴ്സുമാരെയും നിയമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഡ് സ്കൂളിന്റെയും റീഹാബിലിറ്റേഷൻ സെന്ററുകളുടെയും കാര്യം. ഇപ്പൊ ഇവിടെ ശിവകുമാർ ഉദ്ദേശിച്ച ഗ്രാമീണ ആസ്തികളുടെ കാര്യത്തിൽ, സാമൂഹ്യ അന്തർഘടനയുടെ കാര്യത്തിൽ നമ്മൾ ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ബഡ് സ്കൂളുകളുടെ കാര്യത്തിൽ, റീഹാബിലിറ്റേഷൻ സെന്ററുകളുടെ കാര്യത്തിൽ, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെ കാര്യത്തിൽ ഒക്കെ തന്നെ. അവിടെ ഈ സ്പെഷ്യൽ ടീച്ചർമാരുടെ ശമ്പളം 20,000 രൂപയായിരുന്നത് 30,675 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഗ്രാജുവേറ്റ് ടീച്ചർമാരുടെ ശമ്പളം 15,000 രൂപയായിരുന്നത് 30,675 രൂപയായിട്ട് ഉയർത്തി. അസിസ്റ്റന്റ് ടീച്ചർമാരുടെ ശമ്പളം 12,000 ആയിരുന്നത് 30,675 രൂപയായിട്ട് ഉയർത്തി. മറ്റ് അധ്യാപകരുടെ ശമ്പളം 7,500 ആയിരുന്നത് 23,100 ആയമാരുടെ പ്രതിമാസ ശമ്പളം 6,000 രൂപയായിരുന്നത് 17,325 രൂപയായി. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഹരിത കർമ്മസേനയുടെയാണ്. ഹരിത കർമ്മസേന ഇന്ന് നമ്മുടെ കേരളത്തിലാകെ ശുചിത്വത്തിന്റെ രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം നമുക്കറിയാം. അത് തീർച്ചയായിട്ടും സാമൂഹിക പശ്ചാത്തല സൗകര്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണേണ്ട കാര്യമാണ്. കാരണം ആരോഗ്യമുള്ള ജനത, വിദ്യാഭ്യാസമുള്ള ജനത എന്ന് പറയുമ്പോൾ രോഗപ്രതിരോധം പ്രധാനമാണ്. അതുപോലെ തന്നെ പരിസര ശുചീകരണം പ്രധാനമാണ്, വീടുകൾ പ്രധാനമാണ്. അപ്പൊ ആ നിലയ്ക്കെല്ലാം വലിയ മാറ്റം കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ശുചിത്വം വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നമായിരുന്നു, ഇപ്പോഴുമാണ്. പക്ഷേ ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും, ശുചിത്വത്തിന്റെ മേഖലയിൽ വലിയൊരു ഇടപെടൽ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മാറ്റം എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും അതിർത്തികളിൽ കാണാം. അതിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നത് ഹരിതസേനയാണ്. ആ ഹരിതസേനയുടെ പ്രവർത്തനങ്ങളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ സജീവമായി പങ്കെടുക്കുന്നു, അതിന് നേതൃത്വം കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കും. അതുപോലെ തന്നെ ഇതുപോലൊരു ചർച്ചയിൽ നമുക്ക് ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു രംഗം നമ്മുടെ സ്വാന്തന ചികിത്സയുടെ രംഗമാണ്. നമ്മുടെ സംസ്ഥാനത്ത് കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ ഒരു വലിയൊരു പാലിയേറ്റീവ് മൂവ്മെന്റ് തന്നെ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കും. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും നല്ല മറ്റ് രാജ്യങ്ങളിൽ പോലും ഇത്രയും സമഗ്രമായ ഒരു സംവിധാനം ഈ പാലിയേറ്റീവ് കെയറിന്റെ കാര്യത്തിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ്. നമുക്ക് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആലോചിക്കാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു. അവിടെയും യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ ഇപ്പോ ആരെങ്കിലും ഒരു വീട്ടില് വൃദ്ധനായ ഒരാള് അസുഖമായിട്ട് കിടന്നാല് പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് പഞ്ചായത്തിന്റെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഉയർത്തി കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിൽ പാലിയേറ്റീവ് കെയർ മൂവ്മെന്റ്, സ്വാന്തന ചികിത്സ ഒക്കെ കേരളത്തിൽ സുസ്ഥാപിതമായിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മാലിന്യത്തിന്റെ കാര്യം. മാലിന്യത്തിന്റെ ഒരു വീട്ടിലെ മാലിന്യത്തിന്റെ പ്രശ്നമാണെങ്കിൽ പോലും അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പഞ്ചായത്തിന്റെ അതല്ലെങ്കിൽ കോർപ്പറേഷന്റെ പ്രശ്നമായി ഉയർത്താൻ പറ്റുന്ന രൂപത്തിൽ, അതൊരു വീഴ്ചയായി, ഭരണത്തിന്റെ ഒരു വീഴ്ചയായി ഉയർത്താൻ പറ്റുന്ന രൂപത്തിൽ ആ രംഗത്തെല്ലാം പൊതു സേവനങ്ങൾ വ്യാപകമായി കഴിഞ്ഞു.
സീനിയർ സിറ്റിസൺസിന്റെയും അതുപോലെ തന്നെ സ്ത്രീകളുടെ ശാക്തീകരണത്തിന്റെയും രംഗത്തും വലിയ പുരോഗതിയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ആ രംഗത്തെല്ലാം സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ ഈ തരത്തിൽ നമ്മൾ ജനകീയാസൂത്രണത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്ന് വലിയ ഒരു മാറ്റം, വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാറ്റമാണ് യഥാർത്ഥത്തിൽ പൊതുസേവനങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് കാണേണ്ട ഒരു കാര്യം, ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസിന്റെ പ്രവർത്തനം, അവരുടെ അഡ്മിനിസ്ട്രേഷനിൽ വന്നിരിക്കുന്ന മാറ്റം. ഒരുപാട് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ഓഫീസുകളുടെ കാര്യത്തിൽ നമുക്കൊരു കോർപ്പറേറ്റ് ഓഫീസിനേക്കാൾ മെച്ചപ്പെട്ട അന്തരീക്ഷം അവിടെ ഭൗതിക സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ അവിടെ അവരുടെ സർവീസസ് മുഴുവൻ ഓൺലൈൻ ആക്കിക്കൊണ്ട് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലും വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലെയും ഓഫീസുകൾ ISO സർട്ടിഫിക്കേഷൻ നേടിയത്. ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ISO സർട്ടിഫിക്കേഷൻ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. കൈമാറി കിട്ടിയിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ISO നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഭൗതിക പശ്ചാത്തല സൗകര്യങ്ങൾ വികസിക്കുന്ന മുറയ്ക്കല്ല, അതിനേക്കാളും വേഗത, അതിനേക്കാളും സമഗ്രമായ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം, നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ പരിസര ശുചിത്വത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ സ്ഥാപനങ്ങളുടെ കാര്യം, അതുപോലെ തന്നെ സാമൂഹ്യ നീതിയുടെ കാര്യം, ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഏതാണ്ട് ഒരു ആൾ റൗണ്ട് പ്രോഗ്രസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഈ പുരോഗതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വിമർശനങ്ങൾക്ക് യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതല്ല, ഇനിയും മെച്ചപ്പെടലിന് സാധ്യതയില്ല എന്നുള്ളതല്ല. പല രംഗങ്ങളിലും നമുക്ക് വലിയ ഇംപ്രൂവ്മെന്റിനുള്ള ആവശ്യമുണ്ട്, സാധ്യതയുണ്ട്. കേരളത്തിൽ നഗരവൽക്കരണം സംഭവിക്കുന്നു, അതിവേഗം സംഭവിക്കുകയാണ്. കേരളത്തിന്റെ വികസനത്തിന്റെ സ്ഥലപരമായ മാനങ്ങളിൽ വലിയ മാറ്റം വരുന്നു. അപ്പോ ഈ സ്ഥലപരമായി നടക്കുന്ന പുനഃക്രമീകരണം, അർബനൈസേഷൻ, ഇതിനെല്ലാം അടിസ്ഥാനമാക്കിക്കൊണ്ട്, ഇതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ വികസന നയങ്ങളിൽ പുനഃക്രമീകരണം ആവശ്യമാണ്. അത് ആരോഗ്യരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഒക്കെ അത്തരത്തിലുള്ള പുനഃക്രമീകരണം തീർച്ചയായിട്ടും ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ഒരുപക്ഷെ 14-ാം പദ്ധതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട, ഏറ്റെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടത്. അത്തരം ആരോഗ്യകരമായിട്ടുള്ള ചർച്ച പുതിയ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും കേരളത്തിലെ മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ അവസരം നൽകിയതിന് ശ്രീ ശിവകുമാറിനെയും മറ്റു സുഹൃത്തുക്കളെയും ഒക്കെ അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. ഡോക്ടർ ഹെല്ലാൽ, കേരളത്തിലെ സോഷ്യൽ സെക്ടറിന്റെ വികസനത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിച്ച ഒരു പങ്ക് ഏകദേശം വിശദമായി തന്നെ ഡോക്ടർ ഹെല്ലാലൂടെ പ്രതിപാദിക്കുകയുണ്ടായി. ഒരു പൊതു ഉടമസ്ഥതയ്ക്കെതിരെ സാമൂഹ്യ വികാരം ഉണ്ടായിരുന്ന ഒരു സമയത്തായിരുന്നു ജനകീയാസൂത്രണം ആരംഭിച്ചതെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. പൊതു ആസ്തികളുടെ വർധനവ്, പൊതുസേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തലൊക്കെ ജനകീയാസൂത്രണത്തിന്റെ വലിയ നേട്ടങ്ങളായിട്ടും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. ഇതിൽ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ ഇതിന്റെ ഒരു പാരമ്യത്തിൽ എങ്ങനെ എത്തി എന്നുള്ളതും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഇതിനൊക്കെ പുറമെ വ്യക്തിഗത അടിസ്ഥാന സൗകര്യങ്ങളിലും ഏറെ എങ്ങനെ മുന്നോട്ട് പോയി എന്നും അതൊക്കെ എങ്ങനെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് എക്സ്പീരിയൻസ് ആയി എന്നും അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. വളരെ ജ്ഞാനപ്രദമായ, നമുക്കൊക്കെ കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ചുറ്റും നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങളിലൂടെയായിരുന്നു ഇതൊക്കെ പ്രതിപാദിച്ചത്. ഇനിയിപ്പം ഒരു ചോദ്യോത്തരത്തിന്റെ സമയമാണ്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, ക്ലാരിഫിക്കേഷൻസ് ഒക്കെ ചോദിക്കാൻ ഒരു അവസരമാണ്.
ഇനിയും ഒരുപാട് പോകാനുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ഈ ഡോക്ടർ ഹരിലാല് എല്ലാ വിഷയങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറെ കൂടി ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഇപ്പൊ ശിശു സൗഹൃദം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ആദ്യം ഏറ്റെടുക്കേണ്ടത് അംഗനവാടികൾ, ശിശുക്കൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ബാലപാഠങ്ങൾ, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ അല്ല ഞാൻ പറയുന്നത്, അവരെ എങ്ങനെ ഒരു സാമൂഹ്യ ജീവിയായി വളരണം എന്നുള്ള ബാലപാഠങ്ങൾ പഠിപ്പിക്കേണ്ട കളരിയാണ് അംഗനവാടികൾ. ഈ അംഗനവാടികളുടെ വികസനത്തിന് അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ, എനിക്കറിയാം പല അംഗനവാടികളും ഞാൻ കണ്ടിട്ടുണ്ട്. 3 സെന്റ് 2 സെന്റ് സ്ഥലത്ത് ഒക്കെ കെട്ടിയിട്ടുള്ളത്. കുട്ടികൾക്ക് അവിടെ ഓടിക്കളിക്കാനുള്ള യാതൊരു സൗകര്യമില്ല. മറ്റൊന്ന്, ഈ അംഗനവാടി വർക്കർമാർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ ചൈൽഡ് സൈക്കോളജി തുടങ്ങിയ കാര്യങ്ങൾ അതിൽ നിരന്തരം പരിശീലനം അത്യാവശ്യമാണ്. തദ്ദേശ ഭരണ സ്ഥാപനമാണ് അത് ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, ഹരിലാൽ പറഞ്ഞു വയോജനങ്ങളുടെ കാര്യത്തിൽ. വയോജനങ്ങൾ വാസ്തവത്തിൽ അവര് സമൂഹത്തിന്റെ സ്വത്താണ്. അവർ സംരക്ഷിക്കേണ്ട ചുമതല തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ് എന്നുള്ള തോന്നൽ എത്ര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്? എത്ര പേര് കിടപ്പിലുണ്ട്, എഴുന്നേറ്റ് നടക്കാത്തവരുണ്ട്? അവരുടെ സ്ഥിതി എന്താണ്? അതുപോലെ അവർക്ക് ഏതൊക്കെ രംഗങ്ങളിൽ അറിവുകളുണ്ട്, അത് പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ള സുസ്ഥിര വികസനത്തിന്റെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലിംഗനീതി എന്നുള്ളത്. സ്ത്രീകളെ സമൂഹത്തിലും മാധ്യമങ്ങളിലും അവഹേളിക്കരുത് എന്ന് ആ അജണ്ടയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലെ ഒരു പ്രധാനപ്പെട്ട ഗോളാണ് ലിംഗനീതി, സ്ത്രീകളെ അവമാനിക്കരുത് എന്നുള്ളത്. പക്ഷെ അത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് മേധാവിത്വമുള്ള പ്രദേശങ്ങളിൽ പോലും സ്ത്രീകൾ സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞാൽ അവരെ വളരെ മോശമായ രീതിയിൽ അവഹേളിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് ചില പ്രത്യേക ആവശ്യങ്ങളുണ്ട്. നഗരങ്ങളിലൊക്കെ വരുന്നവർക്ക് താമസിക്കാൻ അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക്. അതിൽ എത്രത്തോളം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇനിയും ശ്രദ്ധിക്കാനുണ്ട്. ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് ഇത് പറയാൻ കാരണം. ഇപ്പൊ ആലുവ നഗര വികസനത്തിന് വേണ്ടി ഒരു വികസന രേഖ തയ്യാറാക്കുന്നതിൽ ഞാൻ കുറേ ദിവസം അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ലിംഗനീതി, ശിശു സൗഹൃദം, വയോജന സൗഹൃദം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചില നിർദ്ദേശങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പരിമിതികൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ആസ്പെക്ട് ഉണ്ടായത് ഈ 2 പ്രളയം, 2018-ലെയും 2019-ലെയും പ്രളയം, ഇപ്പോൾ കോവിഡ് വ്യാപനം, ഇതോടുകൂടി നമ്മുടെ സമൂഹത്തിലുള്ള ചെറുപ്പക്കാർക്ക്, യുവതലമുറയ്ക്ക് ഒരു സാമൂഹ്യ പ്രതിബദ്ധത വളർത്തിയെടുക്കുന്നതിന് വളരെ സഹായകമായിട്ടുണ്ട്. അത് ഇനിയും എങ്ങനെ പരിപോഷിപ്പിക്കാൻ പറ്റും, അവരെ എങ്ങനെ ഓരോ പ്രദേശത്തിൻ്റെയും സമഗ്രമായ വികസനത്തിന് അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുട്ടികളുടേതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ സ്ത്രീകളുടേത്, വയോജനങ്ങളുടേത്, യുവാക്കളെ എങ്ങനെ ഇതിൽ സജീവമായിട്ട് ഇടപെടിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ ഇനി ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കാണ് ചെയ്യാൻ കഴിയുക. ഇത് ഓരോന്നിലൂടെ പ്രതികരിക്കുമോ? അതെ, പ്രതികരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. അല്ല, ഇപ്പൊ മാഷ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അതിനകത്ത് ഒന്നിനോടും യോജിക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ രംഗത്തും കാര്യങ്ങൾ മെച്ചപ്പെടുന്നതിനുള്ള സാധ്യതയാണുള്ളത്. വിദ്യാഭ്യാസത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും പ്രീ പ്രൈമറി രംഗത്താണെങ്കിലും അംഗനവാടികളുടെ കാര്യത്തിലാണെങ്കിലും വയോജനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ലിംഗനീതിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇനിയും ഏറെ മെച്ചപ്പെടാൻ കഴിയും, മെച്ചപ്പെടേണ്ടതുണ്ട്. പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷെ അതോടൊപ്പം നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന പുരോഗതി, നമ്മൾ ഒരുപക്ഷെ വളരെ മോശപ്പെട്ട നിലയിൽ നിന്ന് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും പിന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും വയോജന രക്ഷയുടെ കാര്യത്തിലൊക്കെ തന്നെ നമുക്ക്
വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അതിലിപ്പോ പിന്നെ ഇപ്പോ വയോജനങ്ങളുടെ കാര്യത്തില് നമ്മള് കുറച്ചുകൂടെ സമഗ്രമായ പദ്ധതികൾ തന്നെ തയ്യാറാക്കി ഇടപെടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തൊക്കെ ഈ വയോജന സംരക്ഷണം എന്നുള്ളത് കുടുംബത്തിന്റെ ഉത്തരവാദിത്വമായി കണ്ടിരുന്ന സ്ഥാനത്ത് നിന്ന് പതുക്കെ അത് സമൂഹം ഏറ്റെടുക്കുന്ന ഒരു നിലയിലേക്ക് വരികയാണ്. ഈ കൂട്ടുകുടുംബങ്ങളുടെ സ്ഥാനത്ത് നമ്മൾ ഈ ന്യൂക്ലിയസ് ഫാമിലികൾ വന്നതോടുകൂടി മുതിർന്ന പൗരന്മാരുടെ ഉത്തരവാദിത്വം കൂടുതൽ സമൂഹം മൊത്തത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു നിലയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പതുക്കെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആ രംഗത്തേക്ക് കടന്നു വരികയാണ്. അത് കുറച്ചുകൂടെ സമഗ്രമായി നമുക്ക് ആ കാര്യത്തിൽ നയവും പിന്നെ മാതൃകാ പ്രോജക്റ്റുകളും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്തുകളെയും ഇനിയുള്ള കാലം അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടി വരും. ഒരു വലിയ ചലഞ്ചാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്. കാരണം നമ്മുടെ പോപ്പുലേഷൻ ഏജിങ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഏജിങ് ഉള്ള പിന്നെ ഡെമോഗ്രാഫിക് പ്രൊഫൈല് വളരെ പെട്ടെന്ന് മാറുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏജിങ് ആണ് ഒരു പ്രധാനപ്പെട്ട സാമൂഹിക ഉത്തരവാദിത്വം. ലിംഗനീതിയുടെ കാര്യത്തിൽ ഈ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തിനിടയ്ക്ക് നമ്മൾ ഷീ ലോഡ്ജ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും ചില സ്ഥലങ്ങളിലെല്ലാം ഷീ ലോഡ്ജ് ആരംഭിക്കുകയും യഥാർത്ഥത്തിൽ വേണ്ടത് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഷീ ലോഡ്ജ് ഉണ്ടാവുകയും സ്ത്രീകളുടെ മോബിലിറ്റിയെ പിന്നെ പരമാവധി പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിൽ അതിനെ ഏറ്റവും ശാസ്ത്രീയമായിട്ട് സംഘടിപ്പിക്കുക, ഓൺലൈനായിട്ടുള്ള ബുക്കിങ്, അതുപോലെ തന്നെ പിന്നെ അവർക്ക് ഈ ലോഡ്ജുകളിലേക്ക് വരാനും പോകാനും ഒക്കെയുള്ള സൗകര്യം ഇതൊക്കെ ഒരുക്കി മുന്നോട്ട് പോകേണ്ടതാണ്. അതോടൊപ്പം തീർച്ചയായിട്ടും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഒരു അധികാരത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല സ്ത്രീകൾക്കെതിരായിട്ടുള്ള സോഷ്യൽ മീഡിയയിലും അല്ലാതുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ടാവുന്ന അതിക്രമം. അത് നമുക്കറിയാം, സമീപകാല സംഭവങ്ങൾ അതിനെ വളരെ ഷാർപ്പായിട്ട് തന്നെ കേരള സമൂഹത്തിന് മുമ്പിൽ അതിനെ ആ ഇഷ്യൂവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു നിയമനിർമ്മാണത്തിന് ഗവൺമെന്റ് ശ്രമിച്ചു, പക്ഷെ അത് ആ രൂപത്തിലല്ല ആ നിയമം വേണ്ടത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഫലപ്രദമായ നിയമനിർമ്മാണം, അതായത് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ തന്നെ ഇത്തരം അതിക്രമങ്ങളെ ചെക്ക് ചെയ്യുന്നതിന് പറ്റുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം നമുക്ക് ആവശ്യമാണ്. അക്കാര്യത്തിലെല്ലാം ഈ പിന്നെ ഇവിടെ ഈ പിന്നെ ഉന്നയിച്ച പ്രശ്നങ്ങളോട് യോജിക്കുകയാണ്. സാർ, ഹരിലാൽ സാറുടെ പ്രസന്റേഷൻ വളരെ വിജ്ഞാനപൂർവമായിരുന്നു. ത്രിതല പഞ്ചായത്തുകളെ 25 വർഷക്കാലമായിട്ട് കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കി എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വളരെ സൂക്ഷ്മതലത്തിലുള്ള ഒരു പരിശോധനയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ 25 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ 5 വർഷം നമ്മൾ നേടിയത് മുമ്പുള്ള 20 വർഷത്തിനെ കവച്ചു വെക്കുന്ന രീതിയിലാണെന്നാണ് എൻ്റെ പക്ഷം. അതിന് പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു പോളിസി സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതൽ നയപരമായിട്ടും സാമ്പത്തികമായിട്ടും സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഈ ത്രിതല പഞ്ചായത്തുകൾക്ക് അവരുടെ പ്രസൻസ് ജനങ്ങളുടെ ഇടയിൽ ഒന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് 4 മിഷനുകൾ വഴി ആരോഗ്യത്തിലായാലും ശരി, വിദ്യാഭ്യാസത്തിലായാലും, അതേപോലെ തന്നെ ലൈഫ് മിഷനും ഹരിത കേരള മിഷനും. അപ്പൊ അതില് ഈ ത്രിതല പഞ്ചായത്തുകൾ അസറ്റ് ബിൽഡിങ്ങിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് കഴിഞ്ഞ 5 വർഷം നമ്മൾ നടപ്പാക്കിയ 4 മിഷനുകളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഹരിലാൽ സാർ പ്ലാനിംഗ് ബോർഡിലുള്ള സ്ഥിതി പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴെങ്കിലും ഒരു ബെഞ്ച് മാർക്ക് വേണം. എന്താണ് ഈ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഈ അസറ്റ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് ഇപ്പോ എത്ര മാത്രമുണ്ട്, ഇനി ഒരു 5 വർഷം കഴിഞ്ഞാൽ എങ്ങനെയാണ് വരാൻ പോകുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി കൂടെ നമ്മൾ തുടങ്ങി വെക്കുന്നത് നല്ലതാണ്. എങ്കിൽ നമുക്ക് റെട്രോസ്പെക്റ്റിൽ പറയാൻ പറ്റും, ഇതാ 5 വർഷക്കാലത്തിൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്തു, ക്വാണ്ടിറ്റേറ്റീവായിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ്. തിരുവണ എനിക്ക് പറയാനുള്ളത്.
ഭാസ്കർ സാർ വെച്ച നിർദ്ദേശം ആദ്യം അദ്ദേഹം പൊതുവിലുള്ള കാര്യമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് വലിയൊരു മാറ്റം ഉണ്ടായി. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വിസിബിലിറ്റിയിലും കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ പിന്നെ ഒരു ബെഞ്ച് മാർക്ക് സർവേയുടെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ സംസ്ഥാന ആസൂത്രണ ബോർഡ് മുൻകൈയെടുത്ത് ഒരു ഡീസെൻട്രലൈസേഷൻ റൗണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥിതിവിവരക്കണക്ക് റൗണ്ട് പ്ലാൻ ചെയ്തിരുന്നു. അത് ഈ വർഷം ആദ്യം നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. നമ്മൾ വളരെ വിപുലമായ ചർച്ചകൾക്ക് അടിസ്ഥാനത്തിൽ പിന്നെ എല്ലാ വികസന തുറകളെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി അതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഓൺലൈനായിട്ട് തന്നെ ഡാറ്റ എൻട്രി ഒക്കെ നടത്തത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നു. അപ്പോഴാണ് ഈ കോവിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിനെ തുടർന്ന് ആ സർവേ തൽക്കാലം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ ഈ കോവിഡിന്റെ കാലത്ത് തന്നെ നമ്മൾ അതിനെ ഒന്ന് റിവൈവ് ചെയ്തു. ഈ കോവിഡിന്റെ ഒരു ഇമ്പാക്ട് കുറഞ്ഞതിന്റെ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് ഈ പുതിയ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യം തന്നെ ആ ഡീസെൻട്രലൈസേഷൻ റൗണ്ടിന്റെ സർവേ നടക്കും. അതിനകത്ത് ഓൺലൈനായിട്ട് ഇംപ്ലിമെന്റിംഗ് ഓഫീസേഴ്സ് ആണ് അവരുടെ മേഖലയിൽ വന്നിട്ടുള്ള, സ്കൂളിലാണെങ്കിലും പിന്നെ ആശുപത്രിയിലാണെങ്കിലും മറ്റു മേഖലകളിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതിന്റെ ഫിസിക്കൽ സംഭവം കഴിഞ്ഞ 4-5 വർഷത്തെ ഡേറ്റ ഓരോ വർഷം അടിസ്ഥാനത്തിലും അത് എൻട്രി ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അതൊരു നല്ല ബെഞ്ച് മാർക്ക് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ ഐകെഎമ്മില് എക്സ്പെൻഡിച്ചറിന്റെ അലോക്കേഷന്റെ എക്സ്പെൻഡിച്ചറിന്റെ ഡേറ്റ മാത്രമേ കളക്ട് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഇനി മുതൽ എല്ലാ വർഷവും ഈ ഡീസെൻട്രലൈസേഷന്റെ ഓരോ പ്രോജക്റ്റിന്റെയും ഔട്ട്കം പിന്നെ നമ്മൾ പിന്നെ മെഷർ ചെയ്യുന്ന, അതിന് ഡേറ്റ കളക്ട് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് മാറുകയാണ്. അതിനാണ് ഡീസെൻട്രലൈസേഷൻ റൗണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഭാസ്കരൻ സാറ് പറഞ്ഞ നിർദ്ദേശം നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് മുമ്പേ തന്നെ ആരംഭിച്ചിരിക്കുന്നു. സ്വല്പം ഡിലേ കോവിഡ് കാരണം വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഈ ഡീസെൻട്രലൈസേഷൻ റൗണ്ട് ഒരു സ്ഥിരം പ്രതിഭാസമായിട്ട് മാറുകയും അത് ആസൂത്രണത്തെയും അതുപോലെ തന്നെ ഈ സേവനങ്ങളുടെ സപ്ലൈയും ഒക്കെ സഹായിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട വളരെ നല്ല ആശയമാണ്. ശ്രീ കെ എൻ മോഹൻ എന്തോ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മോഹനമാഷ് പറയണം. അൺമ്യൂട്ട് ചെയ്യണം. മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യണം. രണ്ടുപേര് പറഞ്ഞ നിർദ്ദേശത്തോട് വളരെ അഭിപ്രായമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് കേൾക്കുന്നില്ല. ഇല്ല, ഓഡിബിൾ അല്ല. ഗ്രാമസഭകളിലുള്ള നമ്മളെ ഗ്രാമപഞ്ചായത്തുകളിലുള്ള ജനകീയ പങ്കാളിത്തത്തിന്റെ ഗ്രാമപഞ്ചായത്തിലും നേരത്തെ ഇടപെട്ടുണ്ടായ ഒരു അനുഭവം അതിൽ കൂടെ ഒരു ഇടപെടൽ. മോഹൻ സാർ പറഞ്ഞത് ഗ്രാമസഭ പങ്കാളിത്തം കുറവാണെന്നാണ്. പങ്കാളിത്തമല്ല, അത് തീരുമാനം എടുക്കും. ഇപ്പൊ ഗ്രാമസഭകളിൽ എടുക്കുന്ന തീരുമാനം പഞ്ചായത്തിലെത്തുമ്പോ അതേപോലെ തന്നെ ഏകദേശം ജനകീയ വികാരം ഉൾക്കൊണ്ട് കണ്ടിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ സഭകൾ എന്ന് പറയുമ്പോ കുറച്ചും കൂടെ ലിമിറ്റഡ് ആണ്. തലത്തിലേക്ക് തീരുമാനം എടുക്കുമ്പോ തീരെ കേൾക്കുന്നില്ല. അത് എല്ലാം ശരിക്കും കേൾക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് സാർ പറഞ്ഞത്, ഒന്ന് ഗ്രാമസഭകൾ എടുക്കുന്ന തീരുമാനം പഞ്ചായത്ത് ഭരണസമിതികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന രീതിയിൽ മുനിസിപ്പാലിറ്റികളിൽ വരുമ്പം വാർഡ് സഭകളുടെ തീരുമാനം ആ രീതിയിൽ ഭരണസമിതി തീരുമാനങ്ങളിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതില് തീർച്ചയായിട്ടും ഈ ഗ്രാമസഭകളുടെ കാര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് ആവശ്യമാണ്. ഇപ്പൊ ജനകീയാസൂത്രണം തുടങ്ങിയ സമയത്ത് EMS നമ്പൂതിരിപ്പാടക്കം പ്രതിപക്ഷ നേതാക്കന്മാരും അടക്കം എല്ലാവരും ഗ്രാമസഭകളിലേക്ക് പോയി പങ്കെടുത്തൊരു വലിയ ആവേശം സൃഷ്ടിച്ച മാതിരി പിന്നീടുള്ള കാലത്ത് അത്രയും സജീവമായിട്ടുള്ള ഗ്രാമസഭകൾ വന്നിട്ടുണ്ട്.
അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. പക്ഷെ ഇപ്പോ പാർട്ടിസിപ്പേഷൻ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോ പിന്നെ മത്സ്യമേഖലയിൽ ഒരു പ്രോജക്റ്റ് വെക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ക്ഷീരകൃഷിക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് പഞ്ചായത്ത് നടത്തുമ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വന്നു ചേരാറുണ്ട്, അവരുടെ യോഗങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള യോഗങ്ങൾ, ജനങ്ങളുടെ യോഗങ്ങൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ലെവലിൽ ഇപ്പോൾ നടക്കുന്നു. അതുകൊണ്ട് ആളുകളുടെ പാർട്ടിസിപ്പേഷൻ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള പല യോഗങ്ങളും നടക്കും. ആ തരത്തിൽ പാർട്ടിസിപ്പേഷൻ കുറച്ച് ക്വാളിറ്റേറ്റീവ്ലി കുറച്ചുകൂടെ ഫലപ്രദമായ പാർട്ടിസിപ്പേഷൻ നടക്കുന്നു. എന്നാൽ ഗ്രാമസഭകളെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നഗരങ്ങളിൽ വാർഡ് സഭാ സംവിധാനം ശക്തമല്ല. ഇത് ഈ ഒരു പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷെ അതെല്ലാം നമ്മൾ ഇതുപോലെ ഒരു വേദി നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഡയറക്റ്റ് ഡെമോക്രസിയുടെ, അതായത് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയുടെ തന്നെ ഒരു പോരായ്മയാണത് ഒരു പരിധിവരെ. അതായത് സിറ്റിയിലേക്ക് വരുമ്പോൾ വലിയ വാർഡുകളാണ്, ആ വാർഡുകളിൽ എല്ലാവരെയും വിളിച്ചു ചേർക്കുക, അടുപ്പിച്ചടുപ്പിച്ച് വിളിച്ചു ചേർക്കുക ഒക്കെ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ വലിയ എണ്ണം ആൾക്കാർ ഗ്രാമസഭയിൽ വന്നാലും ആ ഗ്രാമസഭയുടെ കണ്ടക്റ്റും ഒക്കെ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിന് പ്രായോഗികമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ച് പാർട്ടിസിപ്പേഷനെ നമ്മുടെ ഈ വ്യവസ്ഥയുടെ ഭാഗമാക്കി നിലനിർത്തേണ്ടതുണ്ട്. അതൊരു ചലഞ്ചാണ്. അതിനുള്ള പ്രായോഗികമായിട്ടുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം. റെസിഡൻസ് അസോസിയേഷനെയും മറ്റ് ജനങ്ങളുടെ എല്ലാ സംഘടനാ രൂപങ്ങളെയും പ്രാദേശിക ഗവൺമെന്റുകളുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രം നമ്മൾ ആവിഷ്കരിച്ച് അതിന് ഗവൺമെന്റിന്റെ സർക്കുലറുകളുടെയോ അല്ലെങ്കിൽ ചട്ടങ്ങളുടെയോ സാധുത നൽകിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ചോദ്യങ്ങളുണ്ടോ? 8:30 മണിയായി. ഈ നഗരസഭയുടെ വാർഡ് സഭകള്, ചെറിയ നഗരസഭകൾക്ക് വാർഡ് സഭ, ഗ്രാമസഭ പോലെ തന്നെയുള്ള വാർഡ് സഭയുണ്ട്. വലിയ നഗരസഭകൾക്ക് വാർഡ് കമ്മിറ്റികളാണ് രൂപീകരിക്കുന്നത്. അതിൽ ഹരിയാൽ പറഞ്ഞ പോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ സജീവമാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, യുവാക്കളുടെ പ്രാതിനിധ്യം എല്ലാ രംഗങ്ങളിലും, ആസൂത്രണത്തില്, നിർവഹണത്തില്, മോണിറ്ററിങ്ങില്, അതിലൊക്കെ യുവാക്കളുടെ പങ്കാളിത്തം എങ്ങനെ വർദ്ധിപ്പിക്കാം, അവരിതിൽ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടാക്കാൻ കഴിയും. യുവാക്കളാണല്ലോ രംഗത്തിറങ്ങേണ്ടത്. ഇപ്പോഴവര് മാറി നിൽക്കുകയാണ്. യുവാക്കളുടെ താല്പര്യം അഡ്രസ് ചെയ്യുന്നുള്ള തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് കായിക രംഗം, വലിയ കോർപ്പറേഷനുകളിൽ ക്രിക്കറ്റ് ടീമും ഫുട്ബോൾ ടീമും ഒക്കെ അവർക്ക് തന്നെ, ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ ക്രിക്കറ്റ് ടീമോ ഫുട്ബോൾ ടീമോ ഒക്കെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കോച്ചിങ് ക്യാമ്പുകളൊക്കെ സംഘടിപ്പിക്കാം. അതുപോലെ തന്നെ കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളും ഒക്കെ മത്സരിക്കുന്ന കോമ്പറ്റീഷൻസ് സംസ്ഥാന അടിസ്ഥാനത്തിൽ വെക്കാം. ജില്ലകളിൽ ഗെയിംസ് ഫെസ്റ്റിവൽ വെക്കാം. വ്യായാമത്തിനും മറ്റും ഉള്ള പ്രോജക്റ്റുകൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുക്കാം. സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ പ്രോജക്റ്റുകൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫെലോഷിപ്പിലൂടെ 1000 കലാകാരന്മാർക്ക് ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട്. അത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ കലാകാരന്മാർ സംസ്ഥാനത്തുടനീളം വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുകയും യുവാക്കളെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക. ഇപ്പൊ കൃഷിയിലും അടക്കം പല മേഖലകളിലേക്ക് യുവാക്കള് വലിയ രീതിയിൽ കടന്നു വരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ കാണുന്നത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നല്ല പ്രപ്പോർഷൻ സ്ഥാനാർത്ഥികൾ ചെറുപ്പക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പ്രോജക്റ്റുകളിലും പദ്ധതികളിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ സംരംഭകത്വത്തിലേക്ക് പോവുക, സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുക, ഇൻക്യുബേഷൻ സേവനങ്ങൾ കോർപ്പറേഷനുകളിലും മറ്റും ഏർപ്പാട് ചെയ്യുക,
അങ്ങനെ പിന്നെ സംരംഭകരാവാനും പുതിയ തൊഴിലന്വേഷണം നടത്തുന്ന ആൾക്കാർക്കും ഒക്കെ അവർക്ക് പറ്റിയ പ്രോഗ്രാംസ് ഒക്കെ പ്രോജക്റ്റുകളൊക്കെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ആവിഷ്കരിക്കാൻ കഴിയും. ഇപ്പം വരുന്ന ഭരണസമിതികളുടെ യുവത്വം, അതിലെ യുവാക്കളുടെ കൂടുതലാവുന്ന പ്രാതിനിധ്യം ഈ തരത്തിലുള്ള ഒരു മാറ്റത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഇവിടെ സാർ പറഞ്ഞതുപോലെ നമ്മുടെ പിന്നെ പ്രളയവും അതുപോലെ തന്നെ കോവിഡ് പ്രതിരോധവും യുവാക്കളുടെ ഒരു വലിയ പാർട്ടിസിപ്പേഷന് കാരണമായി അവരുടെ ഒരു പ്രതിബദ്ധത കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടു. അതിന് നമുക്ക് തീർച്ചയായിട്ടും ഈ പുതിയ ഭരണസമിതികളുടെ കാലയളവിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഹലോ, ഹിരോഷാണ്. പറയണം. എനിക്ക് തോന്നിയ ഒരൊറ്റ കാര്യമുള്ളൂ. അതായത് നമ്മൾ ഈ 25 വർഷക്കാലത്ത് ഇത് പരിശോധിക്കുമ്പോൾ നമ്മൾ തുടങ്ങി വെച്ച ഒരു കാര്യം എനിക്കിങ്ങനെ ഓർമ്മ വരുന്നത്, നമ്മൾ ഇതിന്റെ എല്ലാ വിവരശേഖരങ്ങളെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രവർത്തനം. അത് ഇപ്പൊ പോലും നമുക്ക് എത്ര എത്തി നിൽക്കുന്നു എന്നുള്ളതിന്റെ പൂർണ്ണരൂപം എനിക്ക് ഇപ്പൊ ഇല്ല. പക്ഷെ എങ്കിലും നമുക്കതിന്റെ ഒരു കാര്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒരു സംശയമാണ്. അപ്പം അത് നമ്മുടെ പ്രവർത്തനങ്ങളെ ഇതിനേക്കാളും കൂടുതൽ മെച്ചപ്പെടുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായ ഒരു വിവരശേഖരവും അതൊരു കുടക്കീഴിലേക്ക് എത്തിക്കുകയും അത് പരസ്പര ബന്ധിതമാക്കുകയും ചെയ്താൽ അതൊരു സ്പേഷ്യലും നോൺ സ്പേഷ്യലും ആയിട്ട് ഇത് ആണ് എനിക്ക് ഒരൊറ്റ കാര്യം എന്നുള്ള രീതിയിൽ ഒന്ന് സൂചിപ്പിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഹിരോഷ് തന്നെ അത് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഇൻഫർമേഷൻ കേരള മിഷൻ നമ്മൾ തുടങ്ങി വെച്ചു, അതിപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുന്നു. പക്ഷെ അതിൻ്റെ ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം മൊത്തത്തിൽ അതിൻ്റെ പ്രവർത്തന രീതി, അതിൻ്റെ കവറേജ് ഒക്കെ മെച്ചപ്പെടുത്തേണ്ട കാലം കഴിഞ്ഞു. പക്ഷെ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് യഥാർത്ഥത്തിൽ അത് ഈ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയാൽ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് അതിനെ കുറച്ച് മാനേജ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് എടുത്തത്. അത് യഥാർത്ഥത്തിൽ സമഗ്രമായ ഒരു അഴിച്ചുപണിയും പരിഷ്കരണവും ആവശ്യപ്പെടുന്ന ഒരു രംഗമാണ്. അതിലിപ്പോ ഈ പിന്നെ ഡീസെൻട്രലൈസേഷൻ റൗണ്ട് ഡാറ്റ കളക്ഷൻ പൂർണ്ണമായിട്ടും സ്ഥിതിവിവര കണക്ക് വകുപ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം അത് കുറച്ചൊരു തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഏജൻസി അത് ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് അവർ പ്രൊഫഷണലായിട്ട് പിന്നെ അത് ചെയ്യട്ടെ എന്ന് കരുതി ആണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിനെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അവരത് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ആ ഡേറ്റയും ഐക്യം ഡേറ്റയും എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് പിന്നെ ഈ ഡീസെൻട്രലൈസേഷൻ എക്സസൈസിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സപ്പോർട്ട്, ഇൻഫർമേഷൻ സപ്പോർട്ട് വളരെ വലിയ രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ തീർച്ചയായിട്ടും കഴിയും. അങ്ങനെ ഒരു പുതിയ പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള ഒരു വലിയ തയ്യാറെടുപ്പ് ഒരു 5-6 മാസം എടുത്തുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും. നമ്മുടെ വെബിനാറിന്റെ സമയം തീരുകയാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ചോദ്യങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഹലോ കേൾക്കാമോ? കേൾക്കാം. സണ്ണി എബ്രഹാം. സണ്ണി പറ. ഞാൻ സാറ് പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിന്റെ ഈ ഡെമോഗ്രാഫിക് പ്രൊഫൈലൊക്കെ നോക്കുമ്പോഴേ നമുക്ക് ഈ ഗ്രാമപഞ്ചായത്തുകൾക്ക് കുറെ സെക്ടറിലൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ 2 പ്രധാനമായിട്ട് കാണുന്ന എൽഡർലി പാലിയേറ്റീവ് ആൻഡ് ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് ആ ഭാഗത്തും, ഹെൽത്തി ചിൽഡ്രൻ ആൻഡ് ഹെൽത്തി ചൈൽഡ്ഹുഡ് ആ ഭാഗത്തും, അതെനിക്ക് തോന്നുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട എല്ലാ മേഖലയിലും ഈ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എക്സ്പെർട്ടൈസ് വേണ്ട വലിയ മേഖലയിലും പോകാതെ ഇതിനൊരു പ്രയോറിറ്റൈസ് ചെയ്യാൻ കഴിയുമോ എന്നാ നോക്കി. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലൊക്കെ ഫാമിലി ഡോക്ടർ കൺസെപ്റ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ ഡോക്ടറെ എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ പഞ്ചായത്തിലെ ഡോക്ടറെ, ഈസ് ആൻ എക്സ്പെർട്ട് ഡോക്ടർ. ഒരു പ്രൈവറ്റിലെ വലിയ ഹോസ്പിറ്റലിൽ പോകുന്നതിനെക്കാട്ടിൽ ആദ്യം പീപ്പിൾ ഗോ ടു ഹെർ. അവർക്ക് ഓരോ വീട്ടിലെയും ആളിൻ്റെ പേര് വരെ അറിയാം. ആ നിലയിൽ ഫാമിലി കൺസെപ്റ്റ്, ഡോക്ടർ കൺസെപ്റ്റ് കൊണ്ടുവരാൻ കഴിയും. പാലിയേറ്റീവ് കെയറും എൽഡർലി കെയറും ഇപ്പം അത്യാവശ്യമായിരിക്കും. അതായത് ഡെമോഗ്രാഫിക് കൺസെപ്റ്റ് പറഞ്ഞ് എൽഡർലി പോപ്പുലേഷൻ കൂടുതലുണ്ട്.
രണ്ടാമത് ഈ ഹെൽത്തി ചിൽഡ്രൻ ആൻഡ് ഹെൽത്തി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ വളർന്ന 2-3 കാര്യം നമുക്ക് സാധിക്കും. നമുക്ക് ഈ എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ നല്ല തലമുറ വരുന്നതും അവരുടെ റെസ്പോൺസിബിൾ ഹെൽത്തി ചിൽഡ്രൻ ആൻഡ് ആ ക്രിമിനൽ മൈൻഡ് സെറ്റ് ഇല്ലാത്തവരായിട്ടും വരും കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ആ സെക്ടറിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ, പിന്നെ സാർ പറഞ്ഞ പോലെ ഈ 5 വർഷത്തെ പ്രോഗ്രസ് വളരെ നന്നായിരുന്നു. പക്ഷേ അതിൻ്റെ റീസൺ പ്രധാനമായിട്ടും നമ്മൾ പമ്പിൻ ചെയ്തുകൊണ്ടാണ് ഫണ്ട്സ് എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കതിനുള്ള എക്കണോമിക് ഹെൽത്ത് ഉണ്ടായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതതിന് അടിസ്ഥാനപരമായ കാര്യമാണ്. അതും കൂടെ അച്ചീവ് ചെയ്താൽ ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ തരത്തിൽ നമുക്കൊന്ന് ഗ്രാമപഞ്ചായത്തുകളുടെ ഇത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുമോ? അത് ഏറ്റെടുക്കേണ്ട സെക്ടറുകൾ, അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ടോട്ടലി ഗുണം വരുമെന്നാണ് എൻ്റെ ഒരു ചിന്ത. തീർച്ചയായിട്ടും ഈ 2 ഒബ്സർവേഷൻസ് ആണ് എനിക്ക് നടത്താനുള്ളത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണം റിസോഴ്സസ് പമ്പ് ചെയ്തത് ഈ മാറ്റത്തിന് കാരണമായി തീർച്ചയായിട്ടും ശരിയാണ്. കൂടുതൽ റിസോഴ്സ് നമ്മൾ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തുകൾക്ക് ലോക്കൽ ഗവൺമെന്റ്സിന് കൊടുക്കുന്ന റിസോഴ്സസിന് പുറമെ മിഷനുകൾ വഴിയായിട്ടുള്ള റിസോഴ്സസും നമുക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ഈ യുവാക്കളുടെ ഒരു പങ്കാളിത്തവും ജനങ്ങളുടെ പങ്കാളിത്തവും അത് ഈ പ്രളയത്തിന്റെ കാലത്തും കോവിഡ് പ്രതിരോധത്തിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ മാത്രമല്ല, ഒരുപാട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളെ അണിനിരത്താൻ കഴിയുന്നു. അത് കൃഷിയിലൊക്കെ നമുക്ക് വളരെ പ്രകടമാണ്. ഇപ്പോൾ ഈ സുഭിക്ഷ കേരളം പരിപാടി ഇപ്പോൾ നടക്കുമ്പോൾ അതിൽ വലിയ രീതിയിൽ ജനങ്ങൾ പങ്കാളികളാവുന്നു എന്നുള്ളത് പ്രധാനമാണ്. യഥാർത്ഥത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ഖജനാവിൽ നിന്ന് മുടക്കുന്ന ഓരോ രൂപയ്ക്കും ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഒരു വലിയ വർധനവ് അതിൻ്റെ ഇമ്പാക്റ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ജനങ്ങളുടെ പങ്കാളിത്തം, അവരുടെ ഉത്സാഹം പണത്തിനോടൊപ്പം ചേർക്കാൻ കഴിയുന്നു എന്ന്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച കാര്യം, തീർച്ചയായിട്ടും നമ്മുടെ ഡെമോഗ്രാഫിക് പ്രൊഫൈല് മാറുന്നതനുസരിച്ച് ആ വ്യത്യാസത്തിനനുസരിച്ച് നമ്മുടെ പ്രയോറിറ്റികളിൽ മാറ്റം വരുത്തേണ്ടതാണ്. അതിൽ സീനിയർ സിറ്റിസൺസിനെ അഡ്രസ് ചെയ്യണം. ഇപ്പൊ നമ്മളത് തുടങ്ങിയിരിക്കുന്നു. പക്ഷെ അതിനെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട്, കുറച്ചുകൂടെ ഫലപ്രദമായിട്ട്, കുറച്ചുകൂടെ എക്സ്പെർട്ടൈസ്, അറിവ് ഈ പ്രോജക്റ്റുകളിലേക്ക് ചെല്ലണം. അപ്പോൾ ഏജിങ്ങുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങളിലുള്ള അറിവ് കൂടി ഈ പ്രാദേശിക സ്ഥാപനങ്ങളുടെ പ്രോജക്റ്റുകളിലേക്ക് കൊണ്ടുചെല്ലാൻ കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ചൈൽഡ് കെയറിൻ്റെ കാര്യത്തിലും. അത് ഇവിടെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം യഥാർത്ഥത്തിൽ പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഇൻഫോം ചെയ്യേണ്ടതാണ്. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കില പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. ഡോക്ടർ ജോയി ഇന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ഇതിൻ്റെ ഒരു ബ്രീഫ് നമുക്ക് തീർച്ചയായിട്ടും എത്തിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അവര് പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിനെ കുറിച്ച് സംസ്ഥാന ആസൂത്രണ ബോർഡും കിലയും ഒക്കെ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വർക്കിലേക്ക് ഈ ചർച്ചയുടെ ഇൻപുട്സ് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ ഇന്നത്തെ വെബിനാർ കൺക്ലൂഡ് ചെയ്യാനുള്ള സമയമായി. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ടോക്കായിരുന്നു, വളരെ സജീവമായ ചർച്ചയായിരുന്നു. ശിവകുമാർ. യെസ്, നമ്മുടെ ഇന്നത്തെ ഈ പ്രഭാഷണം നിർവഹിച്ച പ്ലാനിംഗ് ബോർഡ് അംഗവും നമ്മുടെ എല്ലാവരുടെയും സഹപ്രവർത്തകനും കൂടിയായിട്ടുള്ള ഡോക്ടർ KN ഹെരാലിനുള്ള നന്ദി അറിയിക്കുന്നതിന് പുറമെ ഈ സംവാദ പരമ്പരയുടെ 3ാം ഭാഗം നാളെ പൊതുനിക്ഷേപവും ബജറ്റിങ്ങും എന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പ്രാദേശികമായി വന്നിട്ടുള്ള നിക്ഷേപങ്ങളുടെ ഒരു വലിയ മാറ്റം, അതിന് ബഡ്ജറ്റും ആ ബഡ്ജറ്റിൻ്റെ ഇൻസ്ട്രുമെൻസും വഹിച്ചിട്ടുള്ള പങ്ക്, അത് കൃത്യമായി മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിത് പൂർണ്ണമാക്കാൻ കഴിയുക. നാളെ ആ പ്രഭാഷണം നടത്തുന്നത് കോഴിക്കോട് സർവകലാശാലയുടെ സാമ്പത്തിക വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന പ്രൊഫസർ കൂടിയായിട്ടുള്ള D. ഷൈജൻ ആണ്. നാളെയും ഈ പ്രഭാഷണത്തിൽ എല്ലാവരും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചേ അറിയിക്കും.